താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് സമ്പൂർണ്ണമായി യൂത്ത് കോൺഗ്രസ് എതിരാണോ? ഇനിയൊരു UDF സർക്കാർ വന്നാൽ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തേണ്ട എന്ന ഒരു നിലപാട് സർക്കാരിനോട് യൂത്ത് കോൺഗ്രസ് പറയുന്നു. അല്ല, ഈ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുള്ളതിന് ഇന്നലെ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഒരു പൊതുമാനദണ്ഡം പാസ്സാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു. അഭിമുഖം നടത്തിയും പത്രപരസ്യം നടത്തിയും പരീക്ഷ നടത്തിയും ഒക്കെ എടുത്തിട്ടുള്ള താൽക്കാലിക ജീവനക്കാരെ സംബന്ധിച്ച് ആ താൽക്കാലിക അത്തരത്തിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള താൽക്കാലിക ജീവനക്കാരുടെ നിയമനങ്ങളിൽ പോലും രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്ന് വെച്ചാൽ ഈ അഭിമുഖങ്ങളും പത്രപരസ്യം കണ്ട് അപേക്ഷിക്കുന്നവരും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവരും എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ ഇടപെടലുകൾ നിരന്തരമായി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി നിയമിക്കപ്പെട്ട കഴിഞ്ഞ 10 വർഷക്കാലമായി നിയമിക്കപ്പെട്ട ആളുകളെയാണ് ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ മാനുഷികമായ പരിഗണനകൾ ചില കാര്യങ്ങളിൽ കാണിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ രാഷ്ട്രീയമായി നിയമിച്ചിട്ടുള്ള പാർട്ടി ബന്ധുക്കളെ, പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളുകളെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. താൽക്കാലിക നിയമനങ്ങൾ PSC ഉൾപ്പെടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുമ്പോൾ, പൊതുവായ ഒരു സംവിധാനത്തിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെ മറികടന്ന് മറ്റൊരു സംവിധാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ താൽക്കാലികക്കാരെ നേരെ സ്ഥിരപ്പെടുത്തരുത്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ PSC ഉൾപ്പെടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വളരെ കാര്യക്ഷമമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നല്ല കാര്യക്ഷമമായി മുന്നോട്ട് പോയിരുന്ന സംവിധാനങ്ങളാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ശിവരഞ്ജിത്തിന് നസീമിനൊക്കെ 1ാം റാങ്ക് മേടിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് ഈ പരീക്ഷകളൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ PSC തൊട്ട് ഇവർ നടത്തുന്ന ഏറ്റവും താഴെ തലത്തിൽ നടത്തുന്ന അഭിമുഖം വരെ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ട പരീക്ഷകളായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അവിടെയും ഒരു ഉദ്യോഗാർത്ഥി 1ാം റാങ്ക് വാങ്ങുന്നുണ്ടെങ്കിൽ, പരീക്ഷയിൽ പാസ്സാക്കുന്നുണ്ടെങ്കിൽ അവർ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ജോലി ലഭിക്കാതെ നിൽക്കുമ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിച്ച് ഈ പറയുന്ന നിയമനങ്ങളുടെ വ്യവസ്ഥകളെ, സാമൂഹ്യ നീതിയെ എല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകുന്ന സമീപനം ശരിയല്ല. അത് UDF സർക്കാർ വന്നാൽ തുടരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നിലപാട്. തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുമ്പോൾ ഉയരാൻ പോകുന്ന ഒരു ചോദ്യം, ഈ വയനാട്ടിലെ വീട് വെക്കുമെന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിലൊരു ക്ലാരിറ്റി എന്താണ് ഇപ്പോൾ അതിന്റെ സ്റ്റാറ്റസ് എന്താ? വയനാട് ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സമാഹരിച്ച പണം 1,05,00,000 രൂപയാണ്. ആ 1,05,00,000 രൂപ ഞങ്ങൾ എറണാകുളത്ത് നടന്ന പരിപാടിയിൽ വെച്ച് KPCC പ്രസിഡന്റിന് 1,05,00,000 രൂപ ഞങ്ങൾ KPCC പ്രസിഡന്റിന് കൈമാറി. KPCC അവിടെ സ്ഥലം ഏറ്റെടുത്തു. ആ സ്ഥലം അതുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടുന്നതായ പ്രവർത്തനങ്ങളൊക്കെ അവിടെ മുന്നോട്ട് പോകുന്നു. അതിന്റെ സാങ്കേതികമായ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് സ്ഥലം ഏറ്റെടുക്കൽ വൈകിയത്. ഞങ്ങൾക്ക് അതിന്റെ തുടക്കം മുതൽ ഞങ്ങളൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്കും സംഘടനകൾ എന്ന നിലയ്ക്കും ഞങ്ങൾ മുന്നോട്ട് വെച്ചത് ഞങ്ങൾ ഭവന നിർമ്മാണത്തിന് തയ്യാറാണെന്നുള്ളതാണ്. സർക്കാർ എന്ന നിലയ്ക്ക് തിരിച്ച് ഉണ്ടാകേണ്ടിരുന്ന ഒന്നെന്ന് പറയുന്നത്, സന്നദ്ധ സംഘടനകൾ ഭവന നിർമ്മാണത്തിന് തയ്യാറായി വരുമ്പോൾ ആ സന്നദ്ധ സംഘടനകൾക്ക് ഭവന നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലെ നിയമക്കുരുക്കുകൾ ഒഴിവാക്കി തരാൻ വേണ്ടിയുള്ള സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പരമാവധി നിയമക്കുരുക്കുകളിലേക്ക് അത് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഏറ്റെടുത്ത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ 1/4 ഭാഗവും പൂർത്തീകരിക്കപ്പെടുന്ന സമയത്താണ് അവിടെ നിർമ്മാണ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തത്. അപ്പോൾ അത് സർക്കാരിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. സർക്കാരിന്റെ ഭവനങ്ങൾ കൈമാറുന്നതിന് മുമ്പ് മറ്റാരും ഭവനങ്ങൾ കൈമാറാൻ പാടില്ല എന്നുള്ള ഒരു ദുഷ്ടബുദ്ധിയോട് കൂടിയിട്ടാണ് സർക്കാർ ഇവിടെ മുന്നോട്ട് പോയിട്ടിരുന്നത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് സ്ഥലം ഏറ്റെടുത്തു, ആ സ്ഥലം രജിസ്റ്റർ ചെയ്തു, അവിടെ അതിന്റെ കോണ്ടൂർ സർവേ ഉൾപ്പെടെയുള്ള സർവേ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇന്ന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടുന്ന മറ്റ് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ഇന്ന് യാത്രക്കിടയിൽ ആ സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് പാർട്ടി ഒരു നിലപാട് എടുത്തതാണ്, അതവിടെ കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിച്ച് അതിപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണല്ലോ. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി മറുപടി പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കാം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ജാഥ നടക്കുകയാണ് സതീശിന്റെ, അപ്പോൾ അതേപോലെ തന്നെ അതിലെ യൂത്ത് കോൺഗ്രസ് പങ്കാളിത്തമുണ്ടോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് തനിച്ചെടുപ്പ് സമരം? തീർച്ചയായിട്ടും ജാഥയിൽ യൂത്ത് കോൺഗ്രസിന്റെ പങ്കാളിത്തങ്ങളുണ്ടല്ലോ. ജാഥയിൽ എല്ലായിടത്തും യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ജാഥയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അവർ അഭിവാദ്യ പ്രകടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജാഥയുടെ ഭാഗമായിട്ടുണ്ട്. UDFന്റെ ജാഥയാണ്. UDFന്റെ ജാഥയിൽ സാധാരണ രീതിയിൽ ഞങ്ങൾ UDYF എന്ന രീതിയിലാണ് ഞങ്ങളെല്ലാം പങ്കെടുക്കാറുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ പങ്കാളിത്തം അതിനകത്ത് കുറച്ച് കൂടുതലായിട്ടുണ്ടാകും. അതിനുള്ള ദിവസങ്ങൾ എല്ലായിടങ്ങളിലും ജാഥയുടെ ഭാഗമായിട്ടുണ്ടാകും. ജാഥ UDFനെ സംബന്ധിച്ച് അതിന്റെ പേര് പോലെ തന്നെ ഒരു പുതുയുഗ യാത്ര എന്നുള്ളതാണ്. UDFന് മാത്രമല്ല, ഈ നാട്ടിലെ സകലമാന ജനങ്ങളെ സംബന്ധിച്ചും ഒരു വലിയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു മോചനത്തിന്റെ യാത്രയാണ്. അവിടെ യൂത്ത് കോൺഗ്രസും അതിന്റെ ഭാഗമാണ്. യൂത്ത് കോൺഗ്രസ് അതിന്റെ ഭാഗമായി സജീവമായി തന്നെയാണ്. ഇന്ന് സ്വർണ്ണക്കളയിൽ വാസുവിന് പോലും ജാമ്യം കിട്ടി.
കാരണം പ്രതികളൊക്കെ പുറത്തു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അത് സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ ഭാഗമായി ലഭിക്കുന്ന ജാമ്യമാണ്. 90 ദിവസക്കാലം കുറ്റപത്രം സമർപ്പിക്കാൻ ഈ സർക്കാർ വൈകിയെന്ന് പറഞ്ഞാൽ, SIT വൈകിയെന്ന് പറഞ്ഞാൽ, ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടായിട്ട് പോലും SITയുടെ അന്വേഷണം പോകുന്നത് ഈ തരത്തിലാണ്. എന്ന് വെച്ചാൽ SITക്ക് മേൽ കടുത്ത രാഷ്ട്രീയമായ സമ്മർദ്ദമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് പത്മകുമാർ അടക്കമുള്ള ആളുകളെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടി വൈകുന്നത്. ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ പേരിലുള്ള ഒരു ഭാഗികമായ കുറ്റപത്രമെങ്കിലും സമർപ്പിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുമ്പോഴും അത് കൊടുക്കാൻ തയ്യാറാകാതെ, സമർപ്പിക്കാൻ തയ്യാറാകാതെ അന്വേഷണ സംഘത്തിന് മേൽ വലിയ സമ്മർദ്ദം ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സമ്മർദ്ദം ചെലുത്തുന്ന അതേ സർക്കാർ തന്നെയാണ് പിന്നെ മറ്റാളുകളെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അത് വലിയ ആഘോഷമാക്കി കൊണ്ടു കിടക്കുന്നത്. ഇതൊരു ബാലൻസിങ് പൊളിറ്റിക്സ് SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരന്തരമായ ഇവരുടെ ഈ ഇടപെടലുകളിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. വാസു ജാമ്യത്തിൽ നിന്ന് ഇറങ്ങുന്നതും പോറ്റി ഇറങ്ങിയതും ഇനി നാളെ പത്മകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയാലും അതെല്ലാം വ്യക്തമാക്കപ്പെടുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ നിഗൂഢമായ ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. സീറ്റ് ചർച്ചകൾക്കായി സീറ്റ് ചോദിക്കാൻ വേണ്ടിയാണോ ഡൽഹിക്ക് വന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ? അല്ലല്ല, അതായത് ഇന്നലെ എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി